റൂം കാണിച്ചു. ഇത് മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള റൂമാണ്. ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. ചെറിയ സ്പേസ്. ഒരു കുളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മൊത്തത്തിലുള്ള ഞങ്ങളുടെ റൂമാണ്. അങ്ങനെ ഓരോരാൾക്ക് ഓരോരു റൂമുണ്ട് കേട്ടോ. സ്വന്തം ബെഡിൽ തന്നെ. ഇത് ഒരാളുടെ റൂമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരാൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം. വൈകുന്നേരം പണി കഴിഞ്ഞ് വന്ന് കുളിച്ച് കിടക്കുക, വീട്ടിലേക്ക് വിളിക്കാം. ഇതൊരാൾ സ്വകാര്യ സ്പേസ്. അതിനുള്ളിൽ കാര്യം വരത്തില്ല കേട്ടോ. പിന്നെ അത് തന്നെ ഇത് മുകളിൽ ഒരാളെ സ്പേസ് ഉണ്ട്. അവൻ്റെ ഫോട്ടോ ഉണ്ട്, അവൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരാളുടെ റൂമാണ്. പിന്നെ ഇതൊരു കബോർഡാണ്. അതായത് ഓരോരാൾക്ക് ഓരോരോ കബോർഡ്. സാധനങ്ങൾ, ഡ്രസ്സ് വെക്കാനും സാധനങ്ങളൊക്കെ വെക്കാനും. ഇത് ഒരാളുടെ സ്പേസാണ്, സ്വകാര്യ സ്പേസ്. ഇത് ഒരാളുടെ റൂമാണ് കേട്ടോ. വീട്ടിലേക്ക് വിളിക്കാനും കിടന്നുറങ്ങാനും വേണ്ടി മാത്രം. ഇതാണ് ഒരാളുടെ റൂം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ റൂം. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു മൊബൈൽ, സിനിമയൊക്കെ കാണാൻ മൊബൈൽ ഇറക്കി ഇത് സെറ്റാക്കി വെക്കാൻ ഒരു മൊബൈൽ സ്റ്റാൻഡ്. പിന്നെ ഇതെൻ്റെ കബോർഡ്. പിന്നെ ഇത് എൻ്റെ സ്പേസാണ്, എൻ്റെ റൂമാണിത്. ഇതാണ് ഒരാൾ പ്രവാസിയുടെ ഒരു റൂം. പിന്നെ എനിക്ക് കൂടെ ഒരു കണ്ണൂർ മുത്തപ്പനുണ്ട് കേട്ടോ. മുത്തപ്പനുണ്ട്. ഇതെൻ്റെ കബോർഡാണ്. ഇതെൻ്റെ മാത്രം സ്പേസ്. ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അവനവനക്ക് വേണ്ട ഒരു പ്രൈവസി റൂം. ഇത് എല്ലാവർക്കും ഉള്ള റൂം. അപ്പോൾ ഓക്കെ, അടുത്തതിൽ കാണാം.